3 monthsൽ വിസിറ്റ് ചെയ്യുന്നവരുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പം എനിക്കൊന്ന് റിവ്യൂസ് കണ്ടിട്ടാണ്. റിവ്യൂസും നമ്മൾ കൊടുക്കുന്ന സർവീസും കാര്യങ്ങളും അവരൊരു കംഫർട്ട് സോൺ പോലെ എന്ത് വന്നാൽ ഇവിടെ വന്നാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെ ശരിയായ സജഷൻസ് ഉണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ അലൈനർ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. അലൈനേഴ്സ് വെച്ചാൽ ഇൻവിസിബിൾ ആയിട്ട് പല്ലിന്റെ നിലയൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന കമ്പനിയാണ്. അപ്പൊ അതിന്റെ കൺസൾട്ടേഷൻ ഇവിടെ ടോട്ടലി ഫ്രീ ആണ്. അപ്പൊ ഇതാ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട് ഇവിടെ. അപ്പൊ ഇതാ നമ്മളെ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ, ഈ എറണാകുളം മാത്രമല്ല കേരളത്തിൽ എവിടെയുള്ള ആളാണെന്നുണ്ടെങ്കിലും ഇതാ ഇവിടെ വന്നിട്ട് ഞാൻ എന്താ ഡ്രീം ടു പാഷന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അപ്പൊ ഇതാ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇതാ നമ്മളെ ശ്രീകു എന്ന് വിളിക്കുന്ന നമ്മളെ സ്വന്തം അനുജനായുള്ള വിനായക് വിജയന്റെ ഡെന്റൽ ക്ലിനിക്കിലേക്കാണ്. അതായത് നമ്മളെ ഡോക്ടർ സ്മൈൽ. അപ്പൊ ഇതാ നമ്മളെ ഈ ഡോക്ടർ സ്മൈൽസ് വരുന്നത് ഇതാ നമ്മളെ എറണാകുളത്താണ്. എറണാകുളം എവിടെയാണ് ലൊക്കേഷൻ? ശ്രീകു ഒന്ന് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തേ. എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡിൽ ചിറ്റേത്തര എന്ന് പറഞ്ഞ സ്ഥലത്ത് നോയൽ ഫോക്കസ്. യെസ്, ഇതാ നമ്മുടെ നേരെ മുമ്പ് തന്നെയാണ് ഇതാ നമ്മളെ മാക്സ്, അതേപോലെ തന്നെ KFC ഒക്കെ വരുന്നത്. അപ്പൊ ഇത് മെയിൻ റോഡല്ലേ ശ്രീകു? യെസ്, സീപോർട്ട് എയർപോർട്ട് റോഡ്. ആ ഓക്കെ. ഓ, ഇൻഫോ പാർക്കിന്റെ തൊട്ട് സൈഡിലാണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മളെ പുതിയ മെട്രോന്റെ ഇതാണോ? ഓക്കെ. അപ്പൊ എന്താ നമ്മളെ ഇതിന്റെ ഈ ഒരു ക്ലിനിക്കിന്റെ നേരെ മുമ്പിലായിട്ടാണ് ഇതാ നമ്മളെ പുതിയ മെട്രോന്റെ കൺസ്ട്രക്ഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാ നമ്മളെ ഈ ഒരു ഡെന്റൽ ക്ലിനിക് എന്ന് പറയുന്നത് ഡോക്ടർ സ്മൈൽസ് ഒരു നോർമൽ ഡെന്റൽ ക്ലിനിക് അല്ല, ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആണ്. അപ്പൊ ഇതാ നമ്മളെ ശ്രീക്ക് വന്നിട്ട് ഇതാ നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും അയാളുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീഷൻ ചെയ്ത് ഒരു നല്ല പ്രാക്ടീസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇതാ നമ്മളെ ഒരു ഓസ്ട്രേലിയൻ ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡെന്റൽ ക്ലിനിക്ക് അല്ലെ, അത് നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ നമ്മളെ പുതിയ ഒത്തിരി ഡോക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വേറെ ലെവലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മളെ ഡെന്റൽ ക്ലിനിക്ക്. അപ്പൊ വിത്തിൻ 1 year അന്ന് നമ്മൾ ഈ ഒരു ക്ലിനിക്ക് ഏറ്റെടുക്കുന്ന സമയത്ത് എത്രമാത്രം പേഷ്യൻസ് ഉണ്ടായിരുന്നു അതിന്റെ 4 മടങ്ങോളം ഇന്ന് ഈ ഒരു ക്ലിനിക്കിലേക്ക് പേഷ്യൻസ് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു ന്യൂ എന്റർപ്രിനർ എന്നുള്ള രീതിയിൽ അയാളുടെ ടേൺ ഓവർ പോലും അത്രമാത്രം വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് നമ്മളെ ഈ ഒരു ക്ലിനിക്ക് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ? ഒത്തിരി റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? എങ്ങനെയാണ് റിവ്യൂസ്? ആണ് നമ്മൾ ബേസിക്കലി വേറെ രീതിയിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. അതെ, നമ്മൾ നല്ല സർവീസ് കൊടുക്കുക, പേഷ്യൻസ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കുക, എല്ലാരും ഇവിടുന്ന് പോകുമ്പോ ഹാപ്പി ആയിട്ടായിരിക്കും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആയാലും ആരായാലും എന്തുണ്ടെങ്കിലും അവരിങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. വേറെ ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗും ഗിമിക്സ് ഒന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ക്ലിനിക്കിന്റെ റിവ്യൂസ് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെ ക്ലിനിക്കിന്റെ ഒരു ക്വാളിറ്റി ആൻഡ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എന്താണെന്നുള്ള കാര്യം അല്ലെ? ശ്രീകു, നമുക്ക് വന്നിട്ട് നമ്മളെ ക്ലിനിക്കിന്റെ ഫുൾ ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്തുമാത്രം ഫെസിലിറ്റി ഉണ്ട് നമ്മളെ ക്ലിനിക്കിനെന്നും കൂടി അവർക്ക് ബോധ്യപ്പെടും. അപ്പൊ നമ്മളെ ക്ലിനിക്കിലേക്കുള്ള നേരെ വരുന്ന എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ആയിട്ടും കിഡ്സുമായിട്ടും ഒക്കെ വരാവുന്ന ഒരു പ്ലേസ് തന്നെയാണ്. അത്യാവശ്യം നല്ല സിറ്റിംഗ് സ്പേസ്, കാര്യങ്ങൾ, ഡ്രിങ്കിങ് വാട്ടർ, അതേപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെയും ഒരു വലിയൊരു സിറ്റിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നേരെ ഔട്ട് സൈഡിലേക്ക് നോക്കിയാൽ ഇനി അതല്ല നിങ്ങൾക്ക് ഷോപ്പിംഗ് കാര്യങ്ങളാണെങ്കിൽ തൊട്ട് മുമ്പിൽ മാക്സ് ഉണ്ട്, KFC ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നീട് ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മളെ ശ്രീകുവിന്റെ ഈ ഒരു ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയാണ് ശ്രീകു, ഏതാണ് ശ്രീകുവിന്റെ റൂം? ഇതാണ് മെയിൻ റൂം. യെസ്, ഇവിടെയാണ് എക്സ്റേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എക്സ്റേ മെഷീനും ചെയർ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ക്യാബിൻ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെയത്. അപ്പം എല്ലാ മേജർ കൺസൾട്ടൻസ് വന്നാലും എക്സ്റേസ് ആവശ്യമുള്ളതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ നിന്ന് എക്സ്റേസും കാര്യങ്ങളൊക്കെ എടുക്കാം. എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഈ ഒരു എക്യുപ്മെന്റിന്റെ പേരെന്താണ്? എനിക്ക് ബേസിക്കലി എന്റെ ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, ശ്രീകുവിന്റെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് പറയാവോ? ഇതാണ് ഡെന്റൽ ചെയർ. ഇതാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കുന്ന ഡെന്റൽ ട്രോളി എന്ന് പറയും. ഇത് ഇപ്പോൾ ക്യാമറയുടെ സ്ക്രീനാണ്. ഇപ്പം സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓരോ എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാൻ, പല്ല് ക്ലീൻ ചെയ്യാൻ. പിന്നെ ഇത് പോളിഷിങ് അല്ലെങ്കിൽ ഈ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ബലയില്ലാത്ത പല്ലിന് പോസ്റ്റ് ഇടാനും അതിനൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഇതാണ് ഏറ്റവും ആൾക്കാർ പേടിക്കുന്ന സാധനം.
ഓക്കെ പോലെ പല്ലിന് കേട് വന്നാല് ഇത് വെച്ചിട്ടാണ് നമ്മള് ഡ്രില്ല് ചെയ്തിട്ട് പുതിയ ക്യാവിറ്റി പ്രിപ്പറേഷൻ എന്ന് പറയും. ഓക്കെ. അപ്പം ഇതിന്റെ സൗണ്ട് ആണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പേടി. ഒരു പുളിപ്പും കാര്യം ഡെന്റിസ്റ്റ് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടി വരുന്ന ഇതാണ്. അത്രമാത്രം പേടിക്കേണ്ട ആവശ്യമുണ്ടോ റിയാലിറ്റിയിൽ? ആവശ്യമില്ല. ബേസിക്കലി എന്താ വെച്ചാൽ നമ്മുടെ പല്ലിന്റെ ഹെൽത്ത് നോക്കിയാൽ ഒരു കുഴപ്പമില്ല, ഇതിന്റെ ആവശ്യമേ വരില്ല. ബ്രഷ് ചെയ്യാം, പിന്നെ കഴിക്കുന്ന ഫുഡൊക്കെ നോക്കിയിട്ട് കഴിക്കുക. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ മുട്ടായി കഴിക്കരുത് എന്നൊക്കെ പറയും, പക്ഷെ അതല്ലാണ്ട് തന്നെ മുട്ടായി ഒക്കെ കഴിക്കാം, എല്ലാം കഴിക്കേണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുക പ്രോപ്പർലി. നമ്മൾ എന്തെങ്കിലും കുടുങ്ങി കിടന്നിട്ടുണ്ടെങ്കിൽ പറ്റി കിടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം, ചെയ്താൽ മതി. 6 മന്ത്സിനുള്ളിൽ ഡെന്റൽ വിസിറ്റ് ഒന്ന് ചെയ്യാം, അപ്പൊ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ചെയ്യാത്തവരാണ് ഈ പ്രശ്നങ്ങളും ഇതിനൊക്കെ പേടിക്കുന്നത്. ഒരു 6 മന്ത്സിലെങ്കിലും ഒരു ഡെന്റൽ വിസിറ്റ് നടത്തുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് പറയുന്നത്. 6 മന്ത്സ് എടുക്കും. ഒരു കേട് ഫോം ചെയ്ത് കുറച്ചൊക്കെ പ്രോഗ്രസ് ചെയ്യാൻ 6 മന്ത്സ് എടുക്കും. അപ്പൊ ആ ടൈമിൽ നമുക്ക് അറിയാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്താ വെച്ചാൽ ഈ പല്ലിന്റെ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ 6 മന്ത്സ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുക. അതിൽ കൂടുതലായാലും മോണരോഗം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ബ്രഷ് ചെയ്യുമ്പോൾ മോണിൽ ചോര വരിക, അതൊക്കെ വന്ന് ഭാവിയിൽ കുറെ കൊല്ലം കഴിഞ്ഞാൽ പല്ല് കാടാനുള്ള കാരണമൊക്കെയായിട്ട് വരും. അപ്പൊ അതിനൊക്കെ 6 മന്ത്സ് കൂടുന്തോറും അല്ലെങ്കിൽ 1 ഇയർ കൂടുന്തോറും മിനിമം ഒരു ഡെന്റൽ ക്ലീനിങ് ചെയ്യുക. ചെയ്ത് റെഗുലർ വിസിറ്റ് ഒക്കെ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ചില പേഷ്യൻസ് ഉണ്ട് എന്ന് വെച്ചാൽ 3 മന്ത്സിൽ ഒരിക്കൽ വരും, ഒരു കുഴപ്പമില്ലല്ലോ എന്നറിയാം. അവരൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ചെറിയ എന്തുണ്ടെങ്കിലും അവരപ്പം ചെയ്യും. അപ്പൊ 3 മന്ത്സിൽ പോലും ഇവിടെ റെഗുലറി വിസിറ്റ് ചെയ്യുന്ന ക്ലയന്റ്സ് ഉണ്ട് നിങ്ങൾക്ക്? ഓ ഗ്രേറ്റ്. 3 മന്ത്സിൽ വിസിറ്റ് ചെയ്യുന്നവരുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ടോ? ഫോറിനേഴ്സ് വരുന്നുണ്ട്. ഫ്രാൻസ് വന്നിട്ടുണ്ട്, ജപ്പാൻ വന്നിട്ടുണ്ട്, ജർമ്മനി, അയർലൻഡ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓ അത്രമാത്രം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്ലിനിക്ക്. അതെ, ഇങ്ങോട്ടേക്ക്. ഓ റിയലി? അതെ. നമുക്കിപ്പം ലൈക്ക് ഇപ്പം നിയർ ബൈ സ്റ്റേറ്റ്സ് അല്ലാണ്ട് തന്നെ ഇന്ത്യയിലെ വേറെ പല സ്റ്റേറ്റ്സും അവരൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം ആവശ്യത്തിന് വരുന്നെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ വരാറുണ്ട്. ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട്, അതായത് പല്ലുവേദന ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എനിക്കൊന്ന് റിവ്യൂസ് കണ്ടിട്ടാണ്. റിവ്യൂസും നമ്മൾ കൊടുക്കുന്ന സർവീസും കാര്യങ്ങളും അവരൊരു കംഫർട്ട് സോൺ പോലെ എന്ത് വന്നാലും ഇവിടെ വന്നാൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെ ശരിയായ സജഷൻസ് ഉണ്ട്. നമ്മളങ്ങനെ വേറെ രീതിയിലൊന്നുമല്ല, സ്റ്റിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇവിടെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം. ഓക്കെ യെസ്. അപ്പം ഇതാണ് നമ്മളെ ശ്രീകുവിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്ത് ആവശ്യമുണ്ടെങ്കിലും അല്ലേ, ഒരു ഇപ്പം എന്താ പറയുക, നിങ്ങൾക്കിപ്പം പല കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാകും. ഒരു ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലരൊക്കെ വന്നിട്ട് വളരെ സ്ട്രിക്ട്ലി ബിഹേവിയറോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഷുവറായിട്ടും പറയാൻ പറ്റും, പ്രത്യേകിച്ചും എൻ്റെ അനിയനായതുകൊണ്ട് തന്നെ ഇവൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. എനിക്ക് അറിയുന്ന പോലെ ഇവനെ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എപ്പോൾ വേണമെങ്കിലും കയറി വരാം, ചോദിക്കാം. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയിട്ട് കൂടി ഇന്ന് നമുക്ക് ഉണ്ടായിരുന്ന അപ്പോയിന്റ്മെന്റ്സ് 3 അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. ആ 3 അപ്പോയിന്റ്മെന്റ്സ് കഴിഞ്ഞിട്ടും ആള് വന്നിട്ട് സ്റ്റിൽ ക്ലിനിക്കിൽ തന്നെ ഇരിക്കുവാണ്. സ്റ്റിൽ 6:30 ആള് ക്ലിനിക്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാക്ക് ഇൻ പേഷ്യന്റ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യന്റ് നമ്മളെ ഡോക്ടർ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിനിക്ക് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും സർവീസ് കൊടുക്കണം എന്നുള്ള ഒരു തോട്ട്സിന്റെ പേരിൽ പുള്ളി ചുമ്മാ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏത് സമയത്തും കയറി വരാൻ പറ്റാവുന്ന ഒരു ക്ലിനിക്ക് തന്നെയാണ്. അപ്പൊ നമ്മളെ മറ്റുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഡെയിലി മിക്ക ദിവസവും ഞാനുള്ള ടൈം ആണെങ്കിൽ നൈറ്റ് 11:30 വരെ 12:30 വരെ ഇരുന്ന ദിവസങ്ങളുണ്ട്. ഓ ഓക്കെ. ചില ദിവസങ്ങളിൽ നമുക്ക് ആ ടൈമിലേക്ക് തിരക്കും. എമർജൻസി പേഷ്യൻസ് ഉണ്ടാവും, പല്ല് പൊട്ടിപ്പോയതുണ്ടാവും, പൊട്ടിപ്പോയതായിരിക്കും, രാത്രി വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തതുണ്ടാവും. അപ്പൊ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരലുണ്ട്. ചില ദിവസങ്ങളിൽ 1 മണി 2 മണിക്കൊക്കെയാണ് ക്ലിനിക്ക് കൂട്ടിയിട്ട് പോകും. ഓ ഓക്കെ. അങ്ങനെയും നമുക്ക് ദൂരം, അതായത് ഒരു 1 hour അങ്ങോട്ട്. അപ്പം ദൂരെ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം പോലും കൺസിഡർ ചെയ്യാതെ, പക്ഷെ നിങ്ങൾ കഴിയുന്നതും ഒന്ന് വിളിച്ച് ഒന്ന് പറയുമോ, അപ്പോയിന്റ്മെന്റ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതെ അതെ വരും. കാരണം അങ്ങനത്തെ പേഷ്യൻസ് ഇതുവരെ വരാതിരുന്നിട്ടില്ല. അത്രയും വേദനയും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അവർ വരുന്നത്. അതെ അതെ അതെ. അവര് വരും. ആ ഒരു നമ്മളെ റിവ്യൂസ് നോക്കിയാലും കാണും. നൈറ്റ് വരെ ഇരുന്നതും കാര്യങ്ങളും അവർക്ക് സന്തോഷമായിരുന്നു റിവ്യൂസ്. ഓക്കെ. പിന്നെ വെച്ചാൽ ഇവിടെ അലൈനർ കൺസൾട്ടേഷൻ ഫ്രീ ആണ്. അലൈനേഴ്സ് വെച്ചാൽ ഇൻവിസിബിൾ ആയിട്ട് പല്ലിന്റെ നിലയൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന കമ്പനിയാണ്. അപ്പൊ അതിന്റെ കൺസൾട്ടേഷൻ ഇവിടെ ടോട്ടലി ഫ്രീ ആണ്.
ഇവിടെ വരിക, അതിന്റെ പ്ലാനിങ് കഴിഞ്ഞ് നമുക്ക് എടുക്കണമെങ്കിൽ മാത്രമാണ് അടുത്തായിട്ട് കോസ്റ്റ് വരുന്നത്. ഫുള്ളി അതുവരെ ഇപ്പോൾ ഒരു വിസിറ്റ് വന്നു, പ്ലാനിങ് കഴിഞ്ഞു, അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു, ഈ ട്രേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അതായത് പേഷ്യന്റ് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമാണ് അതിന് പേയ്മെന്റ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതുവരെ പേയ്മെന്റ് ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റില് നിങ്ങൾക്ക് നിങ്ങളെ എന്ത് ഡൗട്ട്സും ഇവിടെ വന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കൺസൾട്ടേഷനും പല്ലിക്കേണ്ടോ എന്തുണ്ടോ അത് ഈ അലൈനർ കൺസൾട്ടേഷന് കൂടെ ആക്കിയാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓ നൈസ്. അപ്പോൾ എന്താ നമുക്ക് അടുത്ത റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന്, ഇതെന്താണ് കാര്യം? JKC കപ്പ്, കരാട്ടെ. ആള് വന്നിട്ടൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാണ്. എനിക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ ഇത് മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല. യെസ്, ഇത് നമ്മളെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, ഗവൺമെന്റ് ഓഫ് ഡെന്റൽ കോളേജ് കണ്ണൂർ, നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. അതാ നമ്മളിവിടെ ഉള്ള ഡോക്ടർ അല്ലേ, രേഷ്മ ഡോക്ടർ അല്ലേ? യെസ് യെസ്, രേഷ്മ ഡോക്ടറും ഇപ്പം വേറൊരു ഡോക്ടർ ദ്രൗപദി എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ കൂടെ ഉണ്ട്. പുതിയ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ, ഡോക്ടർ ദ്രൗപദി എന്ന് പറഞ്ഞ ഡോക്ടറും ഇവിടെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ വേറെ ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്? വേറെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കൺസൾട്ടൻസ് എന്ന് വെച്ചാൽ അമൃത എന്നാണ്. അമൃത ഡെന്റൽ കോളേജ്, അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കൺസൾട്ടൻസും ഒക്കെ വരുന്നത്. ഓർത്തോന് അവിടുത്തെ HOD ആയ ഡോക്ടർ അജിത്ത് ആണ് വരുന്നത്. പിന്നെ പീഡോ കുട്ടികളുടെ ഇത് നോക്കുന്ന ഡോക്ടർ മാലിനി. പിന്നെ സർജറി എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടർ ജെയ്സൺ ഉണ്ട്. പിന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ റൂട്ട് കനാൽ ചെയ്യാൻ വരുന്നതെന്ന് വെച്ചാൽ മണിപ്പാലിൽ പഠിച്ച ഡോക്ടർ നിഖിൽ ഉണ്ട്. പിന്നെ ഡോക്ടർ ജദീബ് ഉണ്ട്. പിന്നെ ഡോക്ടർ മായ ഉണ്ട്. ഡോക്ടർ അനീറ്റ ഉണ്ട്. അപ്പൊ അത്രമാത്രം ഡോക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ടോട്ടലി നിങ്ങൾക്ക് എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ? ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവുക 2 പേര് എന്തായാലും ഉണ്ടാവും. 2 പേരായിട്ടുണ്ടാവും. ബാക്കി അല്ലാണ്ട് കൺസൾട്ടൻസ് ആയിട്ട് ഒരു 8 to 10 ഡോക്ടേഴ്സ് ഉണ്ടാവും. 8 to 10 ഡോക്ടേഴ്സ് അവരിങ്ങനെ പലപ്പോഴായിട്ട് വന്നു പോയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ അപ്പോയിന്റ്മെന്റ്സിനനുസരിച്ച്, നമ്മളെ പ്രിഫറൻസിനനുസരിച്ച് ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, നമുക്ക് എല്ലാ ഡോക്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. എല്ലാത്തിനും എന്തിനും ഏതിനും. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ മെയിൻലി ഫോക്കസ് ആണ് അമൃത. ആ ഒരു പേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവരെ നമുക്ക് അത്രയും റിലയബിലിറ്റി ആണ് നമ്മുടെ മെയിൻ ഇത്. അപ്പം പേഷ്യൻസ് വരുമ്പോൾ ഈ ഡോക്ടർ എവിടുന്നാന്ന് അറിയുമ്പോൾ അമൃതനാവും ദേ ട്രസ്റ്റസ്. ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാ തരം നമുക്കിപ്പം എന്തായാലും മോണരോഗമായാലും അല്ലെങ്കിൽ എന്ത് മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയാലും എന്തിനായാലും നമുക്ക് ഇവിടെ സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെതായ കൺസൾട്ടൻസ് ഉണ്ട്. ഓഫ് കോഴ്സ്, അതുകൊണ്ടാണല്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് കൊടുത്തിരുന്നത് അല്ലേ? യെസ്. അപ്പൊ ഇതാ നമ്മളിപ്പോ വിസിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ക്ലിനിക്കിന്റെ തന്നെ സെക്കൻഡ് റൂമാണ്. അപ്പൊ സെക്കൻഡ് റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതെന്താണ് ശ്രീകു? ഈ ഒരു റൂം ഇതാ നമ്മൾ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു റൂമിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു റൂമിന്റെ എന്താണ് ഈ ഒരു റൂമിലുള്ളത്? ഇത് ബേസിക്കലി നല്ല സ്പേഷ്യസ് ആണ്. കാരണം അവിടുത്തെ ക്യാബിൻ ടേബിളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്കിപ്പം എക്സ്റേ ഒന്നും വേണ്ട. ഓക്കെ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവിടെ ചെയ്യാം. മെയിൻ ആയിട്ട് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്. നേരത്തെ ഞാൻ അവിടെ കാണിച്ചത്. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ക്ലീൻ ചെയ്യാനും പിന്നെ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. അപ്പം അത് ഇവിടെയാണ് ഉള്ളത്. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോകാനും പെട്ടെന്ന് അഴുക്ക് കാര്യങ്ങളൊക്കെ കളയാൻ പറ്റിയത് ഇവിടെയാണ്. ഫില്ല് ചെയ്യാനും ഒക്കെ സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്കും സൗകര്യമാണ്, പേഷ്യൻസിനും സൗകര്യമാണ്. അതെ, അത് മാത്രമല്ല ഓപ്പൺ എയർ, ഈവൻ നിങ്ങൾക്ക് ഓപ്പൺ എയർ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ എയർ ഉണ്ട്. അതല്ല AC ആണ്, AC ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും. അതേപോലെ തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും തന്നെ ഇതാ നമ്മൾ ഈ ഒരു റൂമിലും അവൈലബിൾ ആണ്. യെസ്, നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? യെസ്, അടുത്ത നേരെ നമ്മളെ 3rd റൂമിലേക്കാണ് പോകുന്നത്. യെസ് ശ്രീകു, 3rd കൺസൾട്ടേഷൻ റൂമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ 2 ഡോക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ അതിനുള്ള പേഷ്യൻസിന് ആയിരിക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാം. അപ്പോയിന്റ്മെന്റ് കൊടുത്തതല്ലാതെ വേറെ പേഷ്യൻസ് വന്നാൽ ഇപ്പം ആ 2 റൂം ഫ്രീ, അല്ലെങ്കിൽ ഈ റൂം യൂസ് ചെയ്യും. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന റൂമല്ല, ബട്ട് സ്റ്റിൽ 2 കൺസൾട്ടൻസ് ഒരുമിച്ചുണ്ട്. അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. അല്ലാണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റോറേജും മെഡിസിൻസ് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ എക്യുപ്മെന്റ്സ് കൂടാതെ തന്നെ ഡയറക്റ്റ് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാ നമ്മൾ ഇവിടെ ഈ ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ഇതാ നമ്മളെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് വന്നിട്ട് ഈവൻ ഡൗൺ സൈഡ് പോയിട്ട് വേറൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെടുക്ക തന്നെ ടാബ്ലറ്റ്സ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളെടുക്ക തന്നെ അവൈലബിൾ ആണെന്നാണ് പറയുന്നത് അല്ലേ? ബേസിക് ആയിട്ടുള്ള ഡെന്റൽ നീഡ്സ് എന്തുണ്ടെങ്കിലും അത് ഇവിടുന്ന് തന്നെ കൊടുക്കും.
ഇവിടുന്ന് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ 3rd റൂം. ഇനി നെക്സ്റ്റ് വീണ്ടും ഒരു 2 റൂമും കൂടെ അവിടെ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ പാൻട്രി. ഫുഡ് കഴിക്കുന്ന സ്പോട്ട്. ഓക്കെ, അത്യാവശ്യം പുറത്തുനിന്ന് വരുന്ന ക്ലയൻസിനൊക്കെ ഇപ്പം ഫുഡ് കൊണ്ടുവന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നിന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ സെറ്റപ്പിൽ അത്യാവശ്യം നല്ല എന്താ പറയുക അല്ല, ഒരു 4 പേർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാവുന്ന. ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് പല മുസ്ലിം സുഹൃത്തുക്കളും അവർ വരുന്ന സമയത്ത് പലപ്പോഴും അവർ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫാമിലിയോട് കൂടിയിട്ടാണ് പല ക്ലിനിക്കിലും ഹോസ്പിറ്റലൊക്കെ വരാറുള്ളത്. അത്തരക്കാർക്ക് വരുന്ന സമയത്തും നമ്മൾ സുഖമായി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറും ഈവൻ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ഒരു ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഒരു ദൈവത്തിന്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കെറ്റില് കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് മറ്റൊരു റൂം കൂടെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒഫീഷ്യൽ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും നമ്മുടേതായിട്ടുള്ള അല്ലെ ആ ഒരു ക്ലീനിങ് കാര്യങ്ങൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടും നമ്മളെ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു റൂമാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മളെ പേഷ്യൻസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അതേപോലെ തന്നെ മറ്റൊരു എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ്, ഇതൊരു തമാശയാണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു റൂമിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് നമ്മളെ ബച്ചർ മങ്കീസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് നേരെ താഴെ തന്നെ ഉണ്ട്. അതിന്റെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്ലെറ്റിലുള്ള ആ ഒരു ഗ്ലാസിന്റെ ഒരു സെക്ഷൻ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് തന്നെ എന്തൊക്കെ കടികളുണ്ട് ആ ഷോപ്പിൽ, എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കൊണ്ട് തന്നെ ഓർഡർ ചെയ്യാം. അല്ലേ ശ്രീകോ? നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യാറുള്ളത്? അവര് ക്ലോസിംഗ് ഉള്ളത്. അപ്പൊ സുഖമായിട്ട് ഇവിടെ വരുക, കടി നോക്കാം. ആടെ 2 പഴംപൊരി, നല്ല ഫ്രഷ് പഴംപൊരി ഉണ്ടാച്ചിട്ടുണ്ട്, ഫ്രഷ് ബോണ്ട വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അടിപൊളി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ഒരു ഡോക്ടർ സ്മൈൽസിന്റെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ പറയാനുള്ളത് ബാക്കി ശ്രീകു? ബാക്കിയൊന്നുമില്ല, എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങോട്ടേക്ക് വരിക. അതെ, സർവീസും കാര്യങ്ങളും എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എസ്പെഷ്യലി നമ്മളൊരു ഫ്രീ സർവീസ് കൂടെ കൺസൾട്ടേഷൻ കൂടി കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പം അതിൽ ഒന്ന് വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിലും ഫ്രീ സർവീസ് തീർച്ചയായും. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മളെ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ, ഈ എറണാകുളം മാത്രമല്ല കേരളത്തിൽ എവിടെയുള്ള ആളാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഞാൻ ഡ്രീം ടു പാഷന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഡ്രീം ടു പാഷൻ.